സൊഹ്റാൻ മംദാനി തന്നെ ട്രംപിൻ്റെ ഏറ്റവും മോശം പേടിസ്വപ്നം എന്നാണ് വിശേഷിപ്പിച്ചത്. എതിർ പാർട്ടിയിൽ നിന്നുള്ള ജനകീയനായ ചെറുപ്പക്കാരൻ എന്നു മാത്രമല്ല മംദാനിയെ പേടിക്കാനുള്ള ട്രംപിൻ്റെ കാരണം. മിനിമം കൂലി, സാധാരണക്കാരെ സഹായിക്കുന്ന സാമ്പത്തിക നയം, അതിസമ്പന്നർക്ക് അധിക നികുതി ഏർപ്പെടുത്തൽ, സാധാരണക്കാർക്ക് വീടും ഭക്ഷണവും ഉറപ്പാക്കൽ, വാടക സ്ഥിരത ഉറപ്പാക്കൽ, പലസ്തീൻ അനുകൂല നിലപാട് തുടങ്ങി അടിമുടി ട്രംപിൻ്റെ എതിർ നയക്കാരനാണ് മംദാനി. ട്രംപ് വിശേഷിപ്പിക്കും പോലെ മംദാനി ഏതെങ്കിലും തരത്തിൽ കമ്മ്യൂണിസ്റ്റ് അല്ല, പക്ഷേ കടുത്ത മുതലാളിത്ത വിരുദ്ധ നിലപാടുകാരനാണ്, ഇടതുപക്ഷ ആശയക്കാരനുമാണ്. അതുതന്നെയാണ് ലോക മുതലാളിത്തത്തിൻ്റെ ഏറ്റവും വലിയ അധികാര കേന്ദ്രത്തിൻ്റെ പേടിസ്വപ്നമായി മംദാനി മാറാനുള്ള കാരണവും. തൊഴിലാളി വർഗത്തിൻ്റെ പ്രതിസന്ധി തിരിച്ചറിഞ്ഞുള്ള ട്രംപിൻ്റെ ഭീഷണി അങ്ങ് കയ്യിൽ വെച്ചാൽ മതിയെന്നായിരുന്നു മംദാനിയുടെ മറുപടി. സർക്കാർ ഷട്ട്ഡൗണിനെ തുടർന്ന് ഭക്ഷ്യസഹായം മുടങ്ങിയിട്ടും കോടികൾ ചിലവഴിച്ച വൈറ്റ് ഹൗസിൽ ബാൽറൂം നിർമ്മിക്കുന്ന ട്രംപിൻ്റെ നടപടിയെ മംദാനി വിമർശിച്ചു. ഇവിടുത്തെയുള്ള ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടി മറ്റാവശ്യങ്ങൾക്കുമുള്ള പണമാണ് രാജ്യം ഷട്ട്ഡൗൺ നിൽക്കുമ്പോഴാണ് കോടികൾ ചെലവഴിച്ച് ഇത്തരം ആഡംബരം നടത്തുന്നതെന്നും മംദാനി വിമർശിച്ചു. ന്യൂയോർക്കിനുള്ള ഫെഡറൽ ഫണ്ട് തീരുമാനിക്കേണ്ടത് ട്രംപ് അല്ലെന്നും തന്നില്ലെങ്കിൽ അതിനുവേണ്ടി ഉള്ള പോരാട്ടം ഇപ്പോൾ തന്നെ തുടങ്ങുകയാണെന്ന പ്രഖ്യാപനവും നടത്തി. എന്തായാലും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഇന്ത്യൻ വംശജനും മുസ്ലിമും ഇടതുപക്ഷ ആശയക്കാരനും ട്രംപിൻ്റെ കടുത്ത വിമർശനവുമായ ഈ 34 വയസ്സു മാത്രമുള്ള മംദാനിയെ ട്രംപ് എത്രത്തോളം ഭയക്കുന്നു എന്നതിൻ്റെ തെളിവാണ് അദ്ദേഹത്തിനെതിരെ ട്രംപ് നടത്തിയ ഈ നിലവിട്ട ആക്രമണങ്ങളും ഭീഷണിയും എല്ലാം. കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനെന്നാണ് നേരത്തെ ട്രംപ് വിശേഷിപ്പിച്ചത്. മംദാനിയെ ജയിപ്പിച്ചാൽ ന്യൂയോർക്കിന് സാമ്പത്തികമായി ന്യൂയോർക്കിനെ തകർക്കും, ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ വിഹിതം കിട്ടില്ല, താൻ ഏറ്റവും കുറവ് വിഹിതം എത്രയാണോ അതിനപ്പുറം ഒന്നും തരാൻ തൻ്റെ മനസ്സ് അനുവദിക്കില്ല എന്ന് തന്നെ ട്രംപ് വളരെ പച്ചയായി തന്നെ പറഞ്ഞു. ന്യൂയോർക്കിനുള്ള ഫെഡറൽ ഫണ്ടുകൾ അങ്ങനെ വെട്ടിക്കുറഞ്ഞാൽ സ്വാഭാവികമായും ആ നാടിൻ്റെ വികസനത്തെയൊക്കെ ബാധിക്കുമെന്നൊക്കെ ഇടത്തരക്കാരായ മനുഷ്യരും സാധാരണക്കാരായ മനുഷ്യരുമൊക്കെ ചിന്തിക്കില്ലേ എന്നുള്ള ഒരു ഉള്ളിൽ വെച്ചുകൊണ്ടാണ് അവരെ കൂടി മറിച്ചു ചിന്തിപ്പിക്കാൻ, ഞാനുമായി ഒത്തുനിന്നാൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന ആളെ ജയിപ്പിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ ഫണ്ട് തരാം, കൂടുതൽ വികസനം തരാം, അല്ലെങ്കിൽ നിങ്ങൾ പ്രയാസപ്പെടും എന്നുള്ള ഒരു ടാക്ടിക്സ് കൂടിയാണ് ട്രംപ് ഉപയോഗിച്ചത്. എന്നാൽ അതിനെതിരെ ശക്തമായ രീതിയിൽ തന്നെയാണ് മംദാനി തിരിച്ചടിച്ചതും. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഇങ്ങനെയൊക്കെ നാട്ടുകാരോട് പ്രചരണം നടത്തിയത് എന്നതുകൂടി ഓർക്കണം. എത്രത്തോളമാണ് ഈ മനുഷ്യനെ മംദാനിയെ ഭയപ്പെടുന്നത്, അല്ലെങ്കിൽ അയാളുടെ ആശയങ്ങളെ ഭയപ്പെടുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനം. ഒരു കമ്മ്യൂണിസ്റ്റ് ന്യൂയോർക്കിൻ്റെ തലപ്പത്ത് വന്നാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയുള്ളൂ. പ്രസിഡന്റ് എന്ന നിലയിൽ മോശം കാര്യത്തിനു ശേഷം നല്ല പണം അയക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. രാജ്യം ഭരിക്കേണ്ടത് എൻ്റെ കടമയാണ്, അനുഭവപരിചയമില്ലാത്ത സമ്പൂർണ്ണ പരാജയത്തിൻ്റെ റെക്കോർഡുള്ള രാഷ്ട്രീയക്കാരനെന്നും വിശേഷിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ തത്വങ്ങൾ 1000 വർഷത്തിലേറെയായി പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, ഒരിക്കൽ പോലും വിജയിച്ചിട്ടില്ല എന്ന പരിഹാസവും ഉയർത്തി. ഇത് കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രമാണ്, കമ്മ്യൂണിസ്റ്റാണ് മംദാനി എന്നൊക്കെയാണ് ട്രംപിൻ്റെ വിശേഷണം. സ്വാഭാവികമായും ഇന്ത്യക്കാർക്ക് കൂടി അഭിമാനിക്കാവുന്ന ഒന്നാണ്. അച്ഛനും അമ്മയും യഥാർത്ഥത്തിൽ ഇന്ത്യൻ വംശജരാണ്. പ്രമുഖ ചലച്ചിത്ര സംവിധായികയായ മീര നായരുടെയും ഇന്ത്യൻ വംശജനായ ഉഗാണ്ടൻ സാഹിത്യകാരൻ മഹ്മൂദ് മംദാനിയുടെയും മകനാണ് സൊഹ്റാൻ മംദാനി. ഒരു റാപ്പ് ഗാനരചയിതാവും ഗായകനും ഒക്കെ കൂടിയാണ്. 34 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ ന്യൂയോർക്ക് പോലെ ഒരു സിറ്റിയുടെ തലപ്പത്തേക്ക് എത്തുന്നു. അതും ലോകത്തിൻ്റെ സാധാരണക്കാരായ മനുഷ്യരുടെ, ദരിദ്രരായ മനുഷ്യരുടെ ഒക്കെ ഉന്നമനത്തിന് വേണ്ടി, അവരുടെ സാധാരണക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി മുതലാളിത്ത ആശയങ്ങൾക്കെതിരായ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തുന്നു. ലോകത്ത് തന്നെ പലസ്തീൻ്റെ നിലപാടുകൾ വരുമ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ ട്രംപിൻ്റെ നിലപാടിനെ എങ്ങനെയാണോ മുതലാളിത്തത്തിൻ്റെ പൂർണ്ണരൂപമായി ട്രംപ് നിൽക്കുന്നത് അതിന് മറു നിലപാട് നിൽക്കുന്നു. കമ്മ്യൂണിസ്റ്റ് എന്ന ആക്ഷേപം കേൾക്കുമ്പോഴും കമ്മ്യൂണിസ്റ്റ് അല്ല മംദാനി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രതിനിധിയാണ്. അദ്ദേഹം ഡെമോക്രാറ്റിക് പാർട്ടിയിൽ തന്നെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആളാണ്. ഇടതുപക്ഷ ആശയക്കാരൻ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല.